ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തിരുവോണമൊക്കെ നല്ല കേമമായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിലെ ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ചെറിയ വീഡിയോ ആണിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 10 മുതൽ 10 ദിവസം വരെയും പൂക്കളമൊക്കെ ഇടുന്ന ആ പതിവൊക്കെ ഇത്തവണ തെറ്റി. ആദ്യത്തെ 2 ദിവസം മാത്രമേ പൂക്കളം ഇടാൻ കഴിഞ്ഞുള്ളൂ. ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിസരം വൃത്തിയാക്കലും അകത്തെ വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് വളരെ പാടായിരുന്നു. മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്ത് എന്തായാലും വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു വൃത്തിയാക്കൽ പരിപാടി. അപ്പോൾ എൻ്റെ ഓണവിശേഷങ്ങൾ കാണാം, പറയാം. മക്കൾ 4 പേരും തലേ ദിവസം തന്നെ എത്തി. അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കാലം മുതൽ തന്നെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ച് കൂടിയിരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തായിരുന്നു. അവരില്ലെങ്കിലും നാട്ടിലുള്ള എല്ലാ സഹോദരങ്ങളും തിരുവോണത്തിന് ഒരുമിച്ച് കൂടാറുണ്ട്. അതിൻ്റെ സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റു. പുറത്താണ് അടുപ്പൊക്കെ 1-2 ഇട്ടിരുന്നത്. അരി വയ്ക്കാനും അതുപോലെ അടപ്രഥമനൊക്കെ ഉണ്ടാക്കാനായിട്ട് പുറത്ത് അടുപ്പുണ്ടാക്കിയിരുന്നു. പാർവതി രാവിലെ പൂവ് പറിക്കുന്ന തിരക്കിലാണ്, പൂക്കളം ഇടാൻ വേണ്ടി. ഞങ്ങളൊന്നും റെഡിമെയ്ഡ് സദ്യയൊന്നും വാങ്ങിയൊന്നുമല്ല. ഞങ്ങളിന്ന് 19 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാറാണ് പതിവ്. പഴയ കാലത്തെ പോലെ ചെറിയ ചില ചടങ്ങുകളൊക്കെ ഇന്നും കൊണ്ട് നടക്കുന്നു. ഉറുമ്പൂട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അമ്മയും അച്ഛനൊക്കെ ഉള്ള സമയത്ത്. അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു. കാലത്തെ നേരത്തെ ഉണർന്ന് അടുക്കളയിൽ കയറിയതാണ്. പച്ചക്കറി നുറുക്കുന്നതിനൊക്കെ സഹോദരങ്ങളൊക്കെ എല്ലാവരും കൂടി. ചെറുപയർ പരിപ്പൊക്കെ അലവാക്കി നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ജോലി എളുപ്പമാകുമല്ലോ. സാമ്പാർ, അവിയൽ ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള പച്ചക്കറിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ വയ്ക്കുന്നതൊന്നും കുക്കറിൽ അല്ല വയ്ക്കുന്നത് പതിവ്. അതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ ചെറിയ വലിപ്പത്തിലൊക്കെ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതാദ്യം വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വഴറ്റിയിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. പരിപ്പ് പോലും ഞാൻ കുക്കറിലിട്ട് വിസിലൊന്നും അടുപ്പിക്കാനായിട്ട് വെച്ചില്ല. അല്ല, സാധാരണ രീതിയിൽ തന്നെ വേവിക്കുകയായിരുന്നു. നല്ലതായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന നല്ല തുവരപ്പരിപ്പായിരുന്നു. കൂടുതൽ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ വളരെ എളുപ്പത്തിലാണ്. പ്രഥമൻ തയ്യാറാക്കലൊക്കെ പുറത്തെ അടുപ്പിലായിരുന്നതുകൊണ്ട് ആ ജോലിയൊന്നും ഞങ്ങൾ ചെയ്തില്ല. അതൊക്കെ പുരുഷന്മാരുടെ സെക്ഷനായിരുന്നു. സാമ്പാറും പരിപ്പും പഴം പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഒക്കെ റെഡിയായി. ഇനിയെല്ലാം നമുക്ക് വെന്ത് കഴിഞ്ഞാണ് ഞാൻ കടുക് വറുക്കുന്നത്. അപ്പോൾ ജോലിയും എളുപ്പമാകും. ജ്യേഷ്ഠത്തിയമ്മ തോരനും ഇഞ്ചിപ്പച്ചടിയും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നു. കാളനൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. അച്ചാറുകളെല്ലാം ഉത്തരാടത്തിന് തയ്യാറാക്കി വെച്ചു. പാവയ്ക്ക മെഴുക്ക് പുരട്ടുകയാണ്. വലിയ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഞങ്ങൾ കൂടുതൽ പേരുണ്ടല്ലോ, പെട്ടെന്ന് മൂത്ത് കിട്ടാനും ഇളക്കാനും ഒക്കെ സൗകര്യമുണ്ട്. എല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ജോലിയൊക്കെ വളരെ എളുപ്പമായിരുന്നു. ആസ്ഥാന കുക്ക് ഞാനായിരുന്നു. നേരത്തെ പോലെ സ്പീഡ് പോരാന്ന് തോന്നി എനിക്ക്. എങ്കിലും 1 മണിയോടെ ഫുഡൊക്കെ തയ്യാറായി. ഒത്തിരി ഓർമ്മകളും സന്തോഷവും ഒക്കെ തരുന്ന ഒരു സുദിനം തന്നെയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. ഇത്തവണ പൂക്കളം ഒരുക്കിയതുപോലും ഞാൻ കണ്ടത് ഊണ് കഴിഞ്ഞ്. അതിനൊന്നും സമയം കിട്ടിയില്ല. ജോലി തീർന്ന ഉടനെ തന്നെ ചടപടയെന്ന് പോയിട്ട് എല്ലാവരും വേഷമൊക്കെ മാറി, എല്ലാവരും മലയാളി മങ്കകളായിട്ട് മാറി. ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മളെ എത്രമാത്രം മനസ്സിനെ സന്തോഷിപ്പിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഊണിൻ്റെ വിശേഷങ്ങളും കാണാം. ആദ്യം ഊണ് കഴിഞ്ഞവർ അടുത്ത സെഷൻ ഇരുന്നവർക്ക് വിളമ്പി കൊടുക്കുകയാണ്. കുട്ടികൾ കൂടുതൽ പേരും ഇപ്പോഴും സദ്യയ്ക്ക് നിലത്തിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഞാനും നിലത്തിരുന്ന് തന്നെയാണ് ഇലയിട്ട് കഴിച്ചത്. അതുപോലെ ഇവിടെയൊക്കെ വിശേഷ ദിവസങ്ങളിൽ നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുൻപിൽ ഇലയിട്ട് ഫുഡ് വിളമ്പുന്ന രീതിയുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ചേട്ടൻ്റെ സഹോദരന്മാരിൽ ഒരാളുടെ മകളും പേരക്കുട്ടികളും ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജ്യേഷ്ഠൻ്റെ ഒരു മകന്, അവൻ ബാംഗ്ലൂരിലാണ് ജോലി, അവൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിസ്റ്ററിൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എല്ലാ ജോലികളും ചെയ്ത് ഒരുമിച്ച് സദ്യ ഉണ്ട്. ഒരു ഭയങ്കരമായ ഒരു സന്തോഷമാണ് ഈ ഒരു ദിവസം കിട്ടുന്നത്. എല്ലാവർക്കും ഒത്തിരി ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല. പണ്ടൊക്കെ കാലത്താണെങ്കിൽ 2-3 ദിവസമൊക്കെ എല്ലാവരും കാണും. ഇപ്പോൾ അത്രയൊന്നും ദിവസങ്ങളിലൊന്നും എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇലയിൽ സദ്യ വിഭവങ്ങളൊക്കെ വിളമ്പുന്നതിനൊരു ക്രമമൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഓരോ സ്ഥാനമുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും വിളമ്പാൻ കൂടി. ഇപ്പോൾ എല്ലാവർക്കും ഓരോന്നിൻ്റെയും സ്ഥാനമൊക്കെ നോക്കി വിളമ്പാൻ അറിയാം. അങ്ങനെ സദ്യയൊക്കെ കേമമായി. സദ്യ വിഭവങ്ങളൊക്കെ എല്ലാം നന്നായി എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും ഒരു വലിയ സന്തോഷമാണ്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ വന്നിട്ട് പോയി. പിന്നെ മരുമകളുടെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം ഓണസമ്മാനമൊക്കെ കിട്ടി. ശേഷം ഫോട്ടോ സെഷനായിരുന്നു. അതിനിടയ്ക്ക് ഡാൻസും പാട്ടും കസേരകളിയും ഒക്കെ ആയിട്ട് കുട്ടികളും സെൽഫികളും ഒക്കെ എടുത്ത് അവരും ആഘോഷിച്ചു.
ഇനി എൻ്റെ വീട്ടിലെ ഓണാഘോഷമാണ്. അത് ഉത്രട്ടാതിക്കാണ്. ആറന്മുള ഇക്കരെ കരയിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് എല്ലാ ഉത്രട്ടാതിയും ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതിനിടയിൽ എൻ്റെ ചേട്ടൻ്റെയും ഫണ്ണി ഡാൻസും പിന്നെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഓണം കൂടി ജീവിതത്തിൽ നിന്നും കടന്നുപോയി. അങ്ങനെ വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെ ചേച്ചിയും കുടുംബവും തിരികെ പോയി. ലോകമെമ്പാടുമുള്ള ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണം വിഷസ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.